പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ശാലോം ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ സമയത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനം നമുക്ക് വായിക്കാം. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെയും നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനം ശ്രദ്ധിക്കുന്ന മക്കളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ വചനം അടിയൻ്റെ നാവിന്മേലെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവമേ, അടിയനെ ശക്തീകരിക്കണമേ. തിരുവചനം ഞങ്ങളുടെ ഉള്ളിൽ ഉൾനട്ട അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിൽ എഴുതപ്പെട്ട അഗ്നിവിരലുകളാൽ എഴുതപ്പെടുന്ന വചനമായി ഹൃദയമാകുന്ന പലകമേൽ ഇതൊക്കെയും സ്വീകരിച്ചുകൊണ്ട് നിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ വേദഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ എലീശ പ്രവാചകൻ്റെ ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വിധവയായിരിക്കുന്ന ആ ഒരവസരം, വിധവയായിരിക്കുന്ന പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ തൻ്റെ ഭവനത്തിലെ കടം വീട്ടുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയും. ഇന്ന് ലോകത്ത് ശുശ്രൂഷ ചെയ്യുന്ന പലരും അതിസമ്പന്നന്മാരായി തീരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവ ശുശ്രൂഷ കൊണ്ട് സമ്പന്നരാകുന്ന ഈ ലോകവും ദൈവ ശുശ്രൂഷയിൽ ആയിരുന്നിട്ട് കടബാധ്യതകളാൽ ഭാരപ്പെടുന്ന ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭവനവും 2 വ്യത്യസ്തമായിരിക്കുന്ന സാമൂഹ്യ അവസ്ഥയാണ് ചിത്രീകരിക്കുന്നത്. ആത്മീയ തലത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ തലങ്ങളിലും ഇന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ ആ രാഷ്ട്രീയ വേല ചെയ്യുന്ന പ്രവർത്തകരിൽ പഴയ കാലങ്ങളിൽ അനേകരും വസ്തുവകകളെല്ലാം രാഷ്ട്രത്തിനു വേണ്ടി ചെലവഴിച്ച് അവർക്കുള്ളതെല്ലാം രാഷ്ട്രത്തിനു വേണ്ടി ബലിയർപ്പിച്ച് ജീവിച്ച സാഹചര്യങ്ങളുണ്ട്. ഇന്നത്തെ പത്രവാർത്തകളൊക്കെയും നാം ശ്രദ്ധിക്കുമ്പോൾ രാഷ്ട്രീയ നേതൃത്വവും പലവിധമായ അഴിമതികൾ നിറഞ്ഞ് തെറ്റായ മാർഗങ്ങളിലൂടെ വരവിൽ അധികമായിരിക്കുന്ന സമ്പാദ്യങ്ങളെ നേടുന്ന ഒരു കാലഘട്ടമാണ് കാണുന്നത്. ഇത് ആത്മീയ തലത്തിലും വ്യത്യസ്തമല്ലാതെ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ കാലത്തെ ആത്മീയ ശുശ്രൂഷക്കാർ വളരെ സമ്പന്നത അനുഭവിക്കുന്നുണ്ട് എന്നത് വിസ്മരിക്കാവുന്നതല്ല. അത് ദൈവാനുഗ്രഹമായി സ്വീകരിക്കുന്നവരുണ്ട്, അത് ദൈവം തരുന്ന ദാനമായി അതിനെ ഉദ്ഘോഷിക്കുന്നവരുമുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പ്രവാചകൻ്റെ ശിഷ്യ, അവൾ വലിയ കടത്തിലകപ്പെട്ടിട്ട് വലിയ തകർച്ചയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ന്യായപ്രമാണ വ്യവസ്ഥ പ്രകാരം കടപ്പെട്ടിരിക്കുന്നവർക്ക് കടം വീട്ടുവാൻ വസ്തുവകകൾ തികയാതെ വരുമ്പോൾ അവരുടെ കുടുംബത്തിലെ മനുഷ്യരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടു പോകുവാനുള്ള കൽപ്പനകളുണ്ട്. അതുപ്രകാരം തൻ്റെ 2 ആൺമക്കളെയും കടക്കാർ വന്ന് പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു സാഹചര്യം മുമ്പിൽ വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുകയാണ്. പലപ്പോഴും സുഗതായുടെ ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയഭാരങ്ങൾ നാം പങ്കിടുമ്പോൾ കടബാധ്യത കൊണ്ട് തകർന്നു കിടക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ
ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഒരിക്കലൊരു സഹോദരൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ ഒന്ന് വെളിയിലോട്ട് അയക്കുവാനും എൻ്റെ കടബാധ്യതകൾ തീർക്കുവാനുമായി വീണ്ടും കുറച്ച് പണം കൂടെ ഞാൻ കടം വാങ്ങി. മുന്നമേ കടക്കാരനായിരുന്നു. കടം വീട്ടുവാനായി മകന് ഗൾഫിലൊരു ജോലിക്ക് അയക്കുവാൻ വേണ്ടി ഉള്ള വസ്തുക്കൂടെയും കടപ്പെടുത്തി വീണ്ടും കടക്കാരനായി. ഈ മകൻ ഗൾഫിൽ ചെന്ന് കഴിയുമ്പോൾ കടങ്ങളെല്ലാം വീട്ടി ഒരുവിധം രക്ഷപ്പെടാമെന്നുള്ളതായിരിക്കുന്ന ഒരു പ്രത്യാശയിൽ. പക്ഷെ സംഭവിച്ചെന്താ എന്ന് ചോദിച്ചാൽ, ഇവിടെ 1-2 ലക്ഷം രൂപയോളം കൊടുത്ത് വിസയും എടുത്ത് ഗൾഫിൻ്റെ പ്രദേശത്തേക്ക് ചെന്നപ്പോൾ ആ മകന് കിട്ടിയത് മരുഭൂമിയിലെ കഠിനമായ പ്രയത്നം. അത് സഹിക്കാമല്ലോ. പക്ഷേ മാസങ്ങളായി ആ മകനെക്കുറിച്ച് വിവരമില്ല. അവന് ഒരു പൈസ പോലും ശമ്പളം ലഭിക്കുന്നില്ല. കുടുംബമാകെ പ്രയാസത്തിലും തകർച്ചയിലുമായി. കടബാധ്യത കൊണ്ട് നിന്ന് പൊറുക്കുവാൻ വയ്യാത്ത ഒരന്തരീക്ഷം. ആ പ്രിയപ്പെട്ട സഹോദരനും സഹോദരിയും കൂടെ ധ്യാനത്തിന് കടന്നു വന്നപ്പോൾ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ പറയുകയാണ്, ഇതെന്തോ ഒരു ശിക്ഷയാണ്. ഞങ്ങളുടെ മേൽ ദൈവം എന്തുകൊണ്ട് ഇത്ര വലിയ ഭാരങ്ങൾ വയ്ക്കുന്നു എന്ന് അവരാലോചിക്കുകയും ഭാരപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്നേഹിക്കപ്പെട്ടവർ, പത്രവാർത്തകളൊക്കെ നാം ശ്രദ്ധിക്കാറുണ്ടല്ലോ. അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും, കടബാധ്യതകൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതായ മനുഷ്യ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കടബാധ്യതകൾ മുഖാന്തരം ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. കർഷകരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, എല്ലാ വിധത്തിലും തകർന്ന് ജീവിക്കുന്ന വിവിധ സാഹചര്യങ്ങളിലൂടെ ജീവിതം തള്ളി നിൽക്കുന്നവരുടെ സംഖ്യ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നമുക്ക് പരിചയമാണ്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിൽ മറ്റൊരു വാതിലും തുറക്കുവാനില്ലാത്ത സാഹചര്യം വന്നു കഴിയുമ്പോൾ അവർ കണ്ടെത്തുന്നത് ഒരു മുഴം കയറാണ് ജീവിതത്തിൻ്റെ ഉത്തരമായി അവരുടെ കയ്യിൽ ലഭിക്കുന്നത്. എത്രയോ ശോചനീയമാണ്, എത്രയോ നിരാശകരമാണ് അവരുടെ ഈ ജീവിതം. സ്നേഹിക്കപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളൊന്നറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതാ എലീശ പ്രവാചകൻ ചോദിക്കുന്നു, നിനക്ക് നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? വലിയ കടമാണ്, പക്ഷെ നിനക്ക് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ വീട്ടിൽ ആകെയുള്ളത് ഒരു ഭരണി എണ്ണ മാത്രം. ഒരു ഭരണി എണ്ണ മാത്രമുള്ളതായിരിക്കുന്ന ആ പ്രവാചക ശിഷ്യൻ്റെ ഭവനത്തിൽ എന്തു ചെയ്യുവാൻ സാധിക്കും? വസ്തുവകകൾ കൊണ്ട് വീട്ടുവാൻ പറ്റാതെ, മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകുവാൻ, അടിമകളാക്കുവാൻ തക്കവണ്ണമുള്ള ന്യായപ്രമാണ കൽപ്പനകൾ നിലനിൽക്കുന്നിടത്ത് അതിന് വിധേയരാകേണ്ട അവസ്ഥയുള്ളപ്പോൾ മറ്റൊരു മാർഗവുമില്ലാതെ ദൈവപുരുഷനെ അഭയം പ്രാപിക്കുന്ന ഒരു വിധവയായ സ്ത്രീ, ജീവിതത്തിൽ മറ്റെവിടെയും ആശ്രയമില്ലാതെ, അയൽക്കാരിൽ ആശ്രയമില്ലാതെ, സഹോദരങ്ങളിൽ ആശ്രയമില്ലാതെ, ബന്ധുമിത്രാദികളിൽ ആശ്രയമില്ലാതെ, ഒരുപക്ഷെ സഭയോട് ചോദിച്ചിട്ട് സഭയിൽ നിന്നും യാതൊരു ഉപകാരവും ലഭിക്കാതെ ഭാരപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എന്നുള്ളത് വാസ്തവമല്ലേ? എന്നാൽ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇറക്കി വയ്ക്കേണ്ടത് യഥാർത്ഥത്തിൽ ദൈവപുരുഷനായ ഒരുവൻ്റെ മുമ്പിലാണ്. ദൈവപുരുഷനായിരിക്കുന്ന മനുഷ്യൻ്റെ മുന്നിൽ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇറക്കി വയ്ക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, ഇതാ സ്വർഗസ്ഥനായ ദൈവം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എങ്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പാമെന്ന് വാഗ്ദത്തം തന്നിരിക്കുന്നതായ വാക്ക് മാറാത്തവനായ ദൈവം എൻ്റെയും നിൻ്റെയും ഭാരവും രോഗവും ഏറ്റെടുക്കുവാൻ മനസ്സുള്ളവനാ. നാം തകരുവാൻ തക്കവണ്ണം, നശിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് നാം തിരിച്ചറിയണം. സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, നിങ്ങൾ കഷ്ടതയിലും പ്രയാസങ്ങളും പ്രതികൂലങ്ങളിലുമാകുമ്പോൾ ആരിലേക്കാണ് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നത്? യജമാനൻ്റെ കണ്ണ് ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ പക്കലേക്കും, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ പക്കലേക്കും ഉയരുന്നതുപോലെ സാക്ഷാൽ യജമാനായിരിക്കുന്ന മിശിഹാ തമ്പുരാൻ്റെ സന്നദ്ധിയിലേക്ക്, ദൈവപുരുഷൻ്റെ സന്നദ്ധിയിലേക്ക് തന്നെ നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാൻ നമുക്ക് സാധ്യമാകാറുണ്ടോ? നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ആശ്രയം വയ്ക്കുമ്പോൾ
തകർച്ചകൾ പലപ്പോഴും നമ്മെ അവസാനിപ്പിച്ച് ഈ ലോകത്തിൽ നമ്മൾ എന്നേക്കുമായി ഇല്ലാതായിത്തീരേണ്ട ഗതികേടിലേക്ക് പോകുന്നുണ്ടോ? എങ്കിലിതാ വരുവിൻ, ശ്രദ്ധിപ്പീൻ, ദൈവപുരുഷൻ്റെ സന്നിധിയിൽ നിൻ്റെ ഭാരങ്ങളെ നീ ഇറക്കി വയ്ക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാ, ഹൃദയം നുറങ്ങി ഭാരപ്പെട്ട് തകർന്നു കിടക്കുന്ന ജനമേ, ഇതാ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ സന്ദർഭമായിരിക്കുക. നിൻ്റെ ഭവനത്തിൽ എന്തുണ്ട് എന്ന ശബ്ദമാണ് ഈ സമയം നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. എൻ്റെ കയ്യിൽ എന്തുണ്ട്? കർത്താവ് ഒരിക്കൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന സമയത്ത് അവിടെയും ഒരു ക്ഷാമാവസ്ഥയാണ്. വലിയ ഒരു ജനക്കൂട്ടം, അവർക്ക് ഭക്ഷ്യപ്പാൻ കൊടുക്കാനൊന്നുമില്ല. ശിഷ്യന്മാരോട് എന്നിട്ട് പറയുക, ഭക്ഷ്യപ്പാൻ കൊടുക്കണം. ഇതാ ഇവർ 3 ദിവസമായി പട്ടിണിയിരിക്കുക, ഇവർ വെറുതെ പറഞ്ഞയക്കാനൊന്നും പറ്റത്തില്ല, ഇവർക്ക് നിങ്ങൾ ആഹാരം കൊടുക്കണം. അവർ ഭാരപ്പെട്ടു. വലിയൊരു ജനത്തിന് വേണ്ടി ഒരു നിമിഷം കൊണ്ട് ആഹാരം കൊടുക്കാൻ സാധിക്കുമോ? അവ തിരക്കി. ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. അല്പം മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ 17-ാം അധ്യായം 10-ാം വാക്യം, ഇതാ ഏലീയാവ് കാക്ക കൊടുത്ത അപ്പം ഭക്ഷിച്ചുകൊണ്ട് 40 രാത്രിയും 40 പകലും യാത്ര ചെയ്തിട്ട് സാരബ്ധായിലെ ആ വലിയ ആ മലയിലേക്ക് കയറി ചെല്ലുന്നതായ അനുഭവമാണ്. അവിടെ പ്രവാചകനെ പോറ്റുവാൻ ദൈവം ഒരു വിധവയെ ഒരുക്കിയിരുന്നു. പ്രവാചകൻ ആ സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അവളോട് പറയുകയാണ്, എനിക്ക് ഒരപ്പം വേണം. വീണ്ടും അവളോട് പറയുകയാണ്, എനിക്ക് കുടിപ്പാൻ കുറച്ച് വെള്ളവും വേണം. ഈ വെള്ളവും അപ്പവും പ്രവാചകൻ ചോദിക്കുമ്പോൾ ക്ഷാമം കൊണ്ട് ഇന്ന് രാത്രി സന്ധ്യയിൽ അപ്പവും കഴിച്ച് മരിക്കുവാനായി ഒരുങ്ങിയിരിക്കുന്ന ഒരു വിധവയുടെ ഭവനമാണവിടെ. ആ ഭവനത്തിൽ അന്ന് രാത്രി സന്ധ്യയിൽ മരണം സംഭവിക്കാൻ പോവുകയാണ്. അപ്പം കഴിച്ച് ഈ നേരത്തേക്ക് മാത്രമുള്ള അപ്പം കഴിച്ച് മരിക്കുവാൻ പോകുന്ന ഒരു സ്ത്രീ പ്രവാചകൻ്റെ സന്നിധിയിൽ, ദൈവപുരുഷൻ്റെ സന്നിധിയിൽ അവൾ സത്യം തുറന്നു പറഞ്ഞു, ഞാൻ ഇതാ ഈ ദിവസം മരണത്തെ പ്രാപിക്കുവാനായി ഒരുങ്ങിയിരിക്കുക, ഇനി മുമ്പോട്ട് ജീവിപ്പാനായി നിവൃത്തിയില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, നീ ഒരപ്പം എനിക്കുണ്ടാക്കി തുവാ. എനിക്കൊരപ്പം തന്നതിന് ശേഷം ഇവൻ എന്നെ വേണമെങ്കിൽ ചെയ്തു, എൻ്റെ കാര്യം ഒന്ന് ശരിയാക്കി തരുവാനാണ് പറയുന്നത്. ന്യായപ്രമാണ പ്രകാരം പരദേശിയായി വഴിയാത്രക്കാരനായി വരുന്നവരെ ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആ സ്ത്രീ ആ വഴിയാത്രക്കാരൻ ആരെന്നറിയാതെ, അവൻ ദൈവപുരുഷനെന്നറിയാതെ അവനെ സ്വീകരിക്കുകയും അവളുടെ അപ്പത്തിൻ്റെ അംശം അവന് കൊടുക്കുകയും ചെയ്തു. അതാ ക്ഷാമകാലത്ത് അവളെ ക്ഷേമമായി പോറ്റുവാൻ തക്കവണ്ണം അവളുടെ ഭവനത്തിൻ്റെ സമൃദ്ധി ദൈവപുരുഷനിലൂടെ ദൈവം നിലനിർത്തി കൊടുക്കുന്നതായ അനുഭവമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം നമുക്ക് തരുന്നതായ ഒരു ചിത്രം. ഈ 2 വിധവമാരാണ്. വിധവമാരെപ്പോഴും ആശ്രയമറ്റവരായി ജീവിതത്തിൽ പലപ്പോഴും തകർച്ചയുള്ളവരായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ വിധവമാരെ ശുശ്രൂഷിക്കുന്നതിനുള്ളതായിരിക്കുന്ന സംവിധാനം, ക്രമീകരണം സഭയിൽ ഉണ്ടാക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരെ ശുശ്രൂഷിക്കുവാൻ സഭ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ പ്രവാചകൻ്റെ സന്നിധിയിൽ ഏലീശായുടെ അടുക്കലേക്ക് ചെന്ന സ്ത്രീ പറയുന്നത്, എനിക്ക് എൻ്റെ വീട്ടിൽ 1 ഭരണി എണ്ണയുണ്ട്. ഈ 1 ഭരണി എണ്ണ കൊണ്ട് കടന്നിട്ടുവാൻ സാധിക്കുമോ? വലിയ കടക്കാരായിരിക്കുന്നവർക്ക് ഈ 1 ഭരണി എണ്ണ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഒന്നുമില്ല. പക്ഷേ പ്രവാചകൻ അവളോട് പറയുന്നത്, നീ ചെന്ന് നിൻ്റെ ഗ്രാമത്തിലുള്ള എല്ലാ ഭവനങ്ങളിൽ നിന്നും നിനക്ക് സംഭരിക്കാവുന്നതിൽ മാക്സിമം പാത്രങ്ങൾ സംഭരിച്ചു വയ്ക്കണം. അതെല്ലാം സംഭരിച്ചു വച്ചതിന് ശേഷം വീണ്ടും പ്രവാചകൻ പറഞ്ഞ വചനമനുസരിച്ച് ആ 1 ഭരണിയിലെ എണ്ണ പാത്രങ്ങളിലേക്ക് അവൾ പകർന്നു വയ്ക്കുകയാണ്. ഗ്രാമത്തിലുള്ള സകല പാത്രങ്ങളും വിധവയുടെ ഭവനത്തിൽ ചേർത്ത് വയ്ക്കുമ്പോൾ അവൾ ചോദിക്കുന്നില്ല, ആകെ 1 ഭരണി എണ്ണയല്ലേ ഉള്ളൂ, പിന്നെ അത് ഒഴിച്ചു വയ്ക്കാനായിട്ട് എന്തിനാ ഈ പാത്രം എന്ന് അവൾ സംശയിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നത്, ദൈവപുരുഷൻ ദൈവാത്മാവ് നമ്മോട് പറയുന്നതിന്
അതായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുവാനുള്ള മനോഭാവം നമുക്കില്ലാതെ പോകുന്നുണ്ട്. ആ മനോഭാവം ഇല്ലാതെ പോകുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ കൃപയ്ക്ക് അധീനരാകാതെ കൃപ നഷ്ടമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ പെരുകി വരികയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, സംശയമാണ് ദൈവകൃപയെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു യാഥാർത്ഥ്യം. ഇന്ന് അനേകർക്ക് ദൈവകൃപ പ്രാപിപ്പാൻ സാധ്യമാകാതിരിക്കുന്നത് വചനത്തെ അവർ അവിശ്വസിക്കുന്നത് കൊണ്ടാണ്. ദൈവവചനം കൽപ്പിക്കുന്നത് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അതിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും സ്വർഗ്ഗത്തില ദൈവം നമ്മുടെ മേൽ, അങ്ങനെ അനുസരിക്കുന്നവരുടെ മേൽ കൃപകളെ ചൊരിയും. വിധവയായ ഈ സ്ത്രീ ദൈവപുരുഷൻ്റെ വചനത്തിന് കീഴ്പ്പെടുകയാണ്, സംശയമൊന്നുമില്ല. വീണ്ടും അവൾ ശേഖരിച്ച പാത്രങ്ങളിലേക്ക് എണ്ണ, ചെറിയ ഭരണിയിൽ എണ്ണ പകരുമ്പോൾ ഇതാ ദൈവം സമൃദ്ധിയെ അനുഗ്രഹമായി ആ ഭവനത്തിൽ നൽകിയ എല്ലാ പാത്രങ്ങളും നിറഞ്ഞു കഴിയുന്നു. ഇതാ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ അവിടുത്തെ എല്ലാ ബന്ധനങ്ങളും, എല്ലാ കഷ്ടതകളും, എല്ലാ വേദനകളും, സകല രോഗങ്ങളും മാറ്റപ്പെടുമെന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ രോഗത്തിൽ കഴിയുന്നവർ, കഷ്ടതയിൽ കഴിയുന്നവർ, കടത്തിൽ കഴിയുന്നവർ, പ്രതികൂലങ്ങളിലായിരിക്കുന്നവർ, അവരൊക്കെയും എവിടെയാണ് ആശ്രയമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഒന്നേ ചെയ്യേണ്ടതായിട്ടുള്ളൂ, സകലത്തിന് മതിയായവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് നീ കീഴ്പ്പെട്ടു കൊടുത്താൽ മാത്രം മതി. ആ വചനത്തിന് നീ കീഴ്പ്പെടുമ്പോൾ വചനം നിന്നിൽ ക്രിയ ചെയ്യുവാനായിട്ട് ആരംഭിക്കും. അപ്പോൾ നിൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും നീക്കപ്പെടും. സംശയിക്കേണ്ട, ധൈര്യമായിരിക്കും. വീണ്ടും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ കഷ്ടതകളൊക്കെയും ദൈവകൃപയാൽ നീക്കപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ അവിടെയും നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു വിഷയം, ഈ വിധവയായ സ്ത്രീ തൻ്റെ വീടും പരിസരവും മുഴുവനും എണ്ണ നിറഞ്ഞ ഭരണികളാൽ സമർത്ഥമായിരിക്കുമ്പോൾ അവൾ എന്തു ചെയ്തു എന്ന് നാം തിരിഞ്ഞു നോക്കണം. എൻ്റെയോ നിങ്ങളുടെയോ അവസ്ഥയാകുന്നു ഇതെങ്കിൽ, ഇത്രമാത്രം കടങ്ങളും ഭാരങ്ങളുമുള്ളതായ ഒരു സാഹചര്യത്തിൽ, വീടും പറമ്പും നിറയെ ഭരണിയിൽ എണ്ണ സംഭരിച്ചിരിക്കുന്നതായ സാഹചര്യത്തിൽ നാം എന്തു ചെയ്യും എന്ന് സ്വയം ഒന്ന് ചോദിക്കാമോ? തീർച്ചയായും പിന്നെ നമ്മളെല്ലാം മിടുക്കരായിത്തീരും. നമ്മൾ സന്തോഷിക്കും. നമ്മൾ ഉടനെ തന്നെ ഇന്നത്തെ കാലത്താണെങ്കിൽ മൊബൈലെടുക്കും, കടക്കാരെയൊക്കെ വിളിക്കും, അവരോട് പറയും ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് വന്ന് നിൻ്റെ കാശ് മേടിച്ചുകൊണ്ട് പോയിക്കൊള്ളണം. മേലാൽ കടക്കാരൻ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ കയറി വരരുത്. എൻ്റെ മക്കളെയോ ആരെയും നീ കടപ്പെടുത്താനായിട്ട് ശ്രമിക്കരുത്. നിൻ്റെ പൈസ ഇപ്പോൾ ഇതാ കൊണ്ടുപോയിക്കൊള്ളണം എന്ന് ഓരോ കടക്കാരെയും വിളിച്ച് വളരെ ഗൗരവമായ രീതിയിൽ നമ്മൾ പറഞ്ഞു തന്നിരിക്കും. എന്താണ് സംഭവിക്കുന്നത്? ദൈവവചനത്തിന് കീഴ്പ്പെട്ടു, പാത്രങ്ങൾ ഒഴിക്കുവാൻ പറഞ്ഞു, പാത്രങ്ങൾ നിറഞ്ഞു. സമൃദ്ധി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അതൊക്കെയും ചെലവഴിക്കുവാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ പരാജയം. സ്ത്രീജനത്തോട് മോശ പറയുന്ന വചനമുണ്ട്, നിങ്ങൾ കനാൻ ദേശത്ത് ചെന്ന് നല്ല ഭവനങ്ങൾ പണിത് നിങ്ങളുടെ വരവുകൾ, നിങ്ങളുടെ സമ്പാദ്യങ്ങൾ വർദ്ധിച്ച് നിങ്ങളുടെ ആടുമാടുകൾ പെരുകി നിങ്ങൾ സുഖസമൃദ്ധിയോടുകൂടെ നല്ല ഭവനങ്ങളെ പണിത് ജീവിക്കുന്ന സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ എൻ്റെ കൈയും എൻ്റെ ബുദ്ധിയുമാണ് ഇതുണ്ടാക്കിയതെന്ന് പറയാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളണം. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ദേശത്ത് നിന്ന് നീക്കിക്കളയും. അതുകൊണ്ട് നീ നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച് പൂർണ്ണ മനസ്സോടുകൂടെ നീ അവനെ മാത്രം പിൻപറ്റണമെന്നുള്ള കൽപ്പനകളൊക്കെയുമാണ് മോശ കൊടുക്കുക. ഇത് ഇന്ന് ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ പലപ്പോഴും ഇതെല്ലാം എൻ്റേതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ വിശ്വാസികളുടെ സമൂഹത്തിലും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. നമുക്ക് സമ്പാദ്യം തന്ന ദൈവം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കൂടെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിയേണ്ട കാലമാണ്.
വിധവയായ സ്ത്രീ തൻ്റെ ഭവനത്തിൽ സമൃദ്ധിയേറിയ നിക്ഷേപങ്ങളെല്ലാം വർദ്ധിച്ചിങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കടക്കാരെ വിളിച്ച് പണം മേടിച്ചുകൊണ്ട് പോകാനല്ല പറയുന്നു. അവൾ ഓടി വീണ്ടും ദൈവപുരുഷൻ്റെ അടുക്കലേക്ക് ചെന്നു. ദൈവപുരുഷൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അവൾ പറയുകയാണ്, ഇപ്രകാരം സംഭവിച്ചിരിക്കുന്നു, ഇനിയും ഞാൻ എന്ത് ചെയ്യണം? ദൈവപുരുഷൻ, ദൈവാത്മാവ് അവളോട് പറയുന്നു, പ്രിയപ്പെട്ട മകളെ, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നീ ദുഃഖിക്കേണ്ട. കടക്കാർ നിന്നെ ഒന്നും ഇനി ചെയ്യുവാൻ സാധ്യമല്ല. എന്തെന്നാൽ ഈ എണ്ണ നീ വിറ്റ് നിൻ്റെ കടം വീട്ടിക്കൊള്ളുക, അതിൽ നിന്ന് ബാക്കി ലഭിക്കുന്നതുകൊണ്ട് നീയും നിൻ്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന ദൈവാത്മാവ് ആ മകളോട് പറയുമ്പോൾ, അപ്പോൾ മാത്രമാണ് അവൾ ചെന്ന് തൻ്റെ സമ്പാദ്യം തനിക്ക് നിക്ഷേപമായി പാത്രങ്ങളിൽ സ്വരൂപിച്ചിരിക്കുന്ന എണ്ണ വിറ്റ് തൻ്റെ കടം വീട്ടുവാനായിട്ട് ശ്രമിക്കുന്നത്. സ്വന്തം ബുദ്ധിയിൽ ദൈവം തന്ന സമ്പാദ്യത്തെ ഉപയോഗിക്കുന്ന ഈ ലോകം തിരിച്ചറിയേണ്ടതായ ഒരു ആത്മീയ മർമ്മമാണിത്. സാരബ്ധായിലെ വിധവയ്ക്കും അവളുടെ കലത്തിൽ ഒരു നേരത്തെ മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവളുടെ കുപ്പിയിൽ അല്പം എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവപുരുഷൻ്റെ വാക്ക്, ദൈവാത്മാവിൻ്റെ വചനം അവൾ ശ്രദ്ധിച്ചു. ആ വചനം അവൾ ശ്രദ്ധിച്ചപ്പോൾ, അതിനനുസരിച്ചപ്പോൾ വഴിയാത്രക്കാരനായി വന്നവൻ ആ ഭവനത്തിൻ്റെ രക്ഷകനായി മാറുന്ന അനുഭവമാണ്. ക്ഷാമകാലത്ത് അവളെ പോറ്റുവാൻ തക്കവണ്ണം അവളുടെ കാലത്തിലെ മാവ് വറ്റിപ്പോകുകയോ അവളുടെ കുപ്പിയിലെ കലശത്തിലെ എണ്ണ കുറഞ്ഞു പോകുകയോ ചെയ്യാതെ കൊണ്ട് ആ ക്ഷാമകാലത്ത് അത്ഭുതകരമായി ആ മക്കളെ ദൈവം പോറ്റി എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇവിടെയാണ് നാം കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥമായ പരിഹാരത്തിൻ്റെ തുറമുഖം ദൈവ സാന്നിധ്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതായിട്ട് ഉള്ളത്. അങ്ങനെ തിരിച്ചറിയാതെ കൊണ്ട് അവിടെയും ഇവിടെയുമായി നമ്മുടെ ഭാരങ്ങളും പേര് നടക്കുന്ന ജനമേ, ആശ്വാസത്തിനായി മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. നിൻ്റെ ഹൃദയം ദൈവസന്നിധി സമർപ്പിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും പൗലോസ്ലീഹ സഭയോട് പറയുന്നത് പോലെ ഹൃദയമാകുന്ന മന്ദിരം ദൈവം വസിക്കുന്ന ഭവനമാക്കി സമർപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനായി ദൈവവചനത്തിന് നീ കീഴ്പ്പെടണം, ദൈവവചനം നീ കേൾക്കണം. അത് നിൻ്റെ നാവിൽ നിന്ന് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുവാനും ഹൃദയത്തിൽ ഇടപെടാതെ ധ്യാനിക്കുവാനും നിനക്ക് സാധിക്കട്ടെ. ആ ദൈവവചനം നിന്നെ സകല ഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അന്ധകാര ബന്ധനങ്ങളിൽ നിന്നും വിടിവിപ്പാൻ പര്യാപ്തമാകുന്നു. നമുക്ക് ദൈവസ്ഥാനി തല വണക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സ്വർഗം തുറന്നെടുത്ത് വയ്ക്കുവാൻ സ്ഥലം തികയാതെ വരുവോളം ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയില്ലയോ എന്ന് എന്നെ പരീക്ഷിച്ചറിവിനെന്ന് മാലാഹി പ്രവാചകനിലൂടെ അരുളി ചെയ്ത ദൈവമേ, മാലാഹി പ്രവചനം 3-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നത് പോലെ നിൻ്റെ വചനത്തിന് കീഴ്പ്പെടുമ്പോൾ, ഞങ്ങളുടെ ദശാംശങ്ങളെ നിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഞങ്ങളുടെ ആദ്യഫലങ്ങളെ നിനക്ക് സമർപ്പിക്കുമ്പോൾ എന്ന് തുടങ്ങി സകല വചനത്തിനും കീഴ്പ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ ദൈവമേ, നീ ഞങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ഈ പ്രവാചക ശിക്ഷയുടെ ഭവനത്തിൽ സകല പാത്രങ്ങളും നിറഞ്ഞപ്പോൾ ഇനിയും എടുത്തു വയ്ക്കുവാൻ സ്ഥലം തികയാതെ പാത്രമില്ലാതെ വരുവോളം സ്വർഗത്തിലെ ദൈവം അവളെ അനുഗ്രഹിച്ച പ്രകാരം കിളിവാതിലുകളെ തുറന്ന് ഞങ്ങളുടെ മേലും അനുഗ്രഹങ്ങളെ പകരാമെന്ന് നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ യേശുവേ, കഷ്ടതകളിലും പ്രയാസങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും കടങ്ങളിലും തകർച്ചയിലുമായി കിടക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളേവരും, ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഈ തിരുവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുക്കുവാൻ വിശ്വസ്തനായ നിൻ്റെ സന്നിധിയിൽ സ്വയം താഴുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. അങ്ങനെ നിൻ്റെ സന്നിധിയിൽ താഴ്ത്തപ്പെടുന്ന നിൻ്റെ മക്കൾക്ക് നീ കരുണാമയനായ ദൈവമാണ് തിരിച്ചറിയുവാൻ തക്കവണ്ണം നിൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചുകൊണ്ട് നിൻ്റെ ശ്രീഭണ്ഡാർ നന്മകളാൽ അവരെയൊക്കെയും നീ സമ്പന്നമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങൾ നിക്ഷേപം കൊണ്ട് നിറയുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ദൈവ ഇഷ്ടപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് തിരിച്ചറിയുവാൻ ഞങ്ങളിൽ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഓരോരുത്തർക്കും നീ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകുന്ന സമ്പാദ്യങ്ങളെ, ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളെ അത് അവിടുത്തെ ഹിതപ്രകാരം ഉപയോഗിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു തരണമേ. അതുമാത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.